തിരഞ്ഞെടുപ്പിന് മുൻപ് UDF നടത്തിയ ആരോപണങ്ങളും പ്രഖ്യാപനങ്ങളും ഭരണത്തിലെത്തിയപ്പോൾ മാറ്റിപ്പറയുന്ന കാഴ്ചയാണ് തുടർച്ചയായി കാണുന്നത്. PM ശ്രീ ആവട്ടെ, ഊരാലുങ്കലാകട്ടെ, അതല്ലെങ്കിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകൽ തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും പ്രതിപക്ഷത്തുണ്ടായിരുന്നപ്പോഴുള്ള നിലപാടല്ല ഇപ്പോഴുള്ളത്. UDFന്റെ യു-ടേണുകൾ രാഷ്ട്രീയ തിരിച്ചടിയാകുമോ എന്ന കാര്യം നമ്മൾ പരിശോധിക്കുന്നു ഇന്നത്തെ ന്യൂസ് ആംഗിളിൽ. വിശകലനങ്ങളുമായി എനിക്കൊപ്പം ഉള്ളത് പ്രസാദ് ഉടുമ്പശ്ശേരിയാണ്. പ്രസാദ്, ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. കാരണം എല്ലാ വിഷയങ്ങളിലും ഒന്നല്ല, എല്ലാ വിഷയങ്ങളിലും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു നിലപാട്, ഭരണത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു നിലപാട്. PM ശ്രീ വിഷയത്തിൽ എല്ലാം ചുരുട്ടിക്കൂട്ടി അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞവർ ഇപ്പോൾ ആ നിലപാട് മാറ്റി. ഇതെല്ലാം നിങ്ങൾ തുടങ്ങി വച്ചതല്ലേ, നിങ്ങളല്ലേ പോയി ഒപ്പിട്ടത് എന്ന കാര്യം ആദ്യം പറയുന്നു. അതായത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് PM ശ്രീയിൽ ഒപ്പിട്ടത്. അതിന്റെ തുടർച്ചയായിട്ട് ഞങ്ങളത് ചെയ്യാൻ വേണ്ടി നിർബന്ധിതരാകുന്നു എന്ന് പറയുന്നു. ഇന്നലെ എന്നാൽ സഭയിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഇതിലൊക്കെയും വിരുദ്ധമായ അഭിപ്രായം. അതേപോലെ ഊരാലുങ്കലിനെതിരെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്യം FIR ഇട്ട് അന്വേഷണം നടത്തുന്നത് ഊരാലുങ്കലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കുമെന്ന് പറഞ്ഞത് AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട വ്യക്തിയാണ് KC. ആ KCയുടെ പാർട്ടിയിൽപ്പെട്ട മന്ത്രി ഇന്നലെ നിയമസഭയിൽ പറഞ്ഞത് ഊരാലുങ്ങളുടെ ഭാഗത്ത് നിന്ന് ക്രമവിരുദ്ധമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതേപോലെ മദ്യനയത്തിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് മുന്നണിക്കുള്ളിൽ തന്നെ പ്രശ്നമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഈ പറഞ്ഞതൊന്നും പറഞ്ഞ കാര്യങ്ങളൊക്കെയും വിഴുങ്ങി വേറൊരു തലത്തിൽ ചിന്തിച്ച് വേറൊരു തലത്തിൽ അഭിപ്രായം പറഞ്ഞ്, എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കൊന്നും ഓർമ്മയില്ല, ആ ഒരു നിലപാടിൽ മുന്നോട്ട് പോവുകയാണ് ഇപ്പോഴത്തെ മന്ത്രിസഭയും മന്ത്രിമാരും. ഇതിൽ പലതിലും മന്ത്രിമാർക്കും ഈ സർക്കാരിനുള്ളിൽ തന്നെ ഒരു അഭിപ്രായ വ്യക്തത ഇല്ലെന്ന് തോന്നുന്നു പല വിഷയത്തിൽ. ഇപ്പം PM ശ്രീയിലൊക്കെ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതും ഇതിന് മുൻപ് പറഞ്ഞതുമായിട്ടൊക്കെ തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്നേ. അപ്പൊ ശരിക്കും എന്താണ് പ്രസാദ് ഉടുമ്പശ്ശേരി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ? എല്ലാത്തിലും ഒരു യു-ടേൺ അടിയാണോ? തീർച്ചയായും സേതു, നമുക്ക് UDFനെ വേണമെങ്കിൽ യു-ടേൺ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് തൽക്കാലത്തേക്ക് വിശേഷിപ്പിക്കാം എന്ന് തോന്നുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറയുന്നതല്ല ഭരണപക്ഷത്തേക്ക് വരുമ്പോൾ അവർ ഭരണപക്ഷത്തിരിക്കേണ്ട ആളുകൾ ചെയ്യുക എന്നതിൻ്റെ കൂടി ഉദാഹരണമായിട്ട് വേണം നമുക്ക് ഇതിനെ കാണാൻ കഴിയുക. കാരണം പലപ്പോഴും ഇപ്പോൾ KM ഷാജി തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞു, ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നത് പോലെയല്ല ഭരണപക്ഷത്ത്, ഞാനിപ്പോൾ ഒരു മന്ത്രിയാണ്, അപ്പോൾ ആ മന്ത്രിയുടെ പദവിക്കനുസരിച്ച് എനിക്ക് സംസാരിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അപ്പോൾ ഇവർ ഏതെങ്കിലും കാലത്ത് അധികാരത്തിൽ വരും എന്ന ബോധ്യത്തിൽ തന്നെയല്ലേ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത് എന്നൊരു ചോദ്യം പ്രധാനമായും ഉയരുന്നുണ്ട്. PM ശ്രീയിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം, PM ശ്രീയുടെ തുടക്കത്തിൽ അന്ന് LDFനകത്ത്, കഴിഞ്ഞ സർക്കാരിൽ LDFനകത്ത് CPM അന്ന് CPIയിൽ നിന്ന് വലിയ പഴി കേട്ടതാണ്. അതിൽ നിന്ന് അങ്ങനെയാണ് CPIയുടെ നിർബന്ധപ്രകാരമാണ് പിന്നീട് അത് പിന്മാറുകയും തൽക്കാലം ഞങ്ങൾ ഇത് നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിന് കത്ത് കൊടുക്കുകയൊക്കെ ചെയ്തു. ആ സമയത്ത് UDF പറഞ്ഞത്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ PM ശ്രീ എടുത്ത് അറബിക്കടലിൽ കളയും എന്നതായിരുന്നു. അത് KM ഷാജിയുടെ പ്രസംഗമായിരുന്നു. PM ശ്രീയിൽ നിന്ന് ആ കരാർ റദ്ദാക്കും അല്ലെങ്കിൽ പൂർണ്ണമായും പിൻവാങ്ങും എന്നുള്ളതാണ്. ഇപ്പോൾ പക്ഷേ സഭയിലാണെങ്കിലും അതല്ലാതെയും വിദ്യാഭ്യാസ മന്ത്രിയും UDFന്റെ നേതാക്കളും മുഖ്യമന്ത്രിയും ഒക്കെ പറയുന്നത് അത്ര എളുപ്പത്തിൽ അത് പിന്മാറാൻ കഴിയില്ല, കേന്ദ്രത്തിൽ നിന്ന് ഒരുപാട് ഫണ്ട് കിട്ടാനുണ്ട്, ആ ഫണ്ട് കിട്ടുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. ഇത് തന്നെയായിരുന്നു കഴിഞ്ഞ തവണ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞിരുന്ന ഒരു കാര്യം. തൽക്കാലത്തേക്ക് നമ്മളത് ഒപ്പിടുന്നു, പിന്നീട് ഫണ്ട് വാങ്ങാനുള്ള ശ്രമം നടത്തുന്നു എന്നായിരുന്നു. പക്ഷേ CPI വളരെ ശക്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചതോടുകൂടി അതിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിന് പൂർണ്ണമായും UDF യു-ടേൺ അടിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിഞ്ഞു. ഊരാളുങ്കലുമായി വന്നു കഴിഞ്ഞാൽ വലിയ ആരോപണങ്ങൾ. ഊരാളുങ്കൽ ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു നിർമ്മാണ ഏജൻസിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. വലിയ തോതിലുള്ള ആക്ഷേപങ്ങളൊന്നും ഇതുവരെയും ഊരാളുങ്കലിനെ കുറിച്ച് കേട്ടിരുന്നില്ല. പക്ഷേ UDF കഴിഞ്ഞ സർക്കാർ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞിരുന്നു വലിയ അഴിമതിയാണ്, വലിയ ക്രമക്കേടുകളാണ് നടന്നത് എന്നുള്ളതാണ്. ഇന്നലെ ഒരു UDF MLAയുടെ ചോദ്യത്തിനുള്ള മറുപടിയായി തന്നെയാണ് PWD മന്ത്രി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ക്രമം വിട്ട് ഏതെങ്കിലും ഒരു പ്രവൃത്തി ഊരാളുങ്കലിന് കൊടുത്തതായി ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, വേണമെങ്കിൽ പരിശോധിക്കാം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന ഒരു മറുപടി. മറ്റൊന്ന് മദ്യ നയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കഴിഞ്ഞ തവണ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഉയർന്ന സമയത്ത് വലിയ അഴിമതി നടക്കാൻ പോകുന്നു എന്ന് ആരോപണം ഉന്നയിച്ചത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം തന്നെയാണ് അത് മുൻകൈ എടുത്തുകൊണ്ട് അത് നയത്തിൽ
നയത്തിൽ ഉൾപ്പെടുത്തുകയും ഇപ്പോൾ വലിയ വിവാദമായി മാറുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അതിനു മുമ്പ് തന്നെ ഈ പെട്രോൾ അല്ലെങ്കിൽ ഇന്ധന വില വർധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധിക സെസ് ഏർപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ അധികാരത്തിൽ വന്ന സമയത്ത് അങ്ങനെ അത് ഒഴിവാക്കാൻ മാത്രം മണ്ടനാണോ താൻ എന്ന് ചോദിക്കുന്ന ഒരു ഘട്ടം നമ്മൾ കണ്ടു. അപ്പോൾ കഴിഞ്ഞ പ്രതിപക്ഷത്തിരുന്ന സമയത്ത് അവരെന്തെല്ലാം നിലപാടാണോ സ്വീകരിച്ചത് അതൊന്നുമല്ല ഇപ്പോൾ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു സർക്കാരിന് എങ്ങനെയാണ് ഒരു നിലപാട് സ്വീകരിക്കുക, അല്ലെങ്കിൽ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രത്തിനെ അങ്ങനെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന LDF സർക്കാർ പറഞ്ഞ സമയത്ത് തന്നെ അതിനെ അധിക്ഷേപിച്ച ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെയല്ല എന്ന് പറഞ്ഞ ആളുകൾ, അതിന്റെ രാഷ്ട്രീയ നേട്ടം കൊയ്തിട്ടുള്ള ആളുകൾ ഇപ്പോൾ അധികാരത്തിൽ വന്നപ്പോൾ അത് അങ്ങനെ തന്നെയാണ് എന്ന് പറയേണ്ടി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ടുകൂടിയാണ് നമ്മളിപ്പോൾ UDFനെ യൂട്ടേൺ ഡെവലപ്മെന്റ് ഫ്രണ്ട് എന്ന് ഒരുപക്ഷെ തമാശയ്ക്ക് വിളിക്കേണ്ടി വരും എന്ന് പറയും. എന്തായാലും ഇതൊരു രാഷ്ട്രീയമായും UDFന്റെ തിരിച്ചടിയാണ്. മുസ്ലിം ലീഗിനകത്തും അവരുടെ രാഷ്ട്രീയ മറ്റ് ഘടകകക്ഷികൾക്കൊക്കെ കടുത്ത അതൃപ്തി നിലനിൽക്കുന്നുണ്ട്. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതൊരു പരസ്യമായ പൊട്ടിത്തെറികളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയും നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. ഓക്കെ പ്രസാദ്, ശരിക്കും അങ്ങനെ തന്നെയാണ്. എല്ലാത്തിലും യൂട്ടേൺ അടിച്ച് ഇതിപ്പം മുന്നണിക്ക് പോലും ഒരു ഏകാഭിപ്രായം ഇല്ലാന്ന് തോന്നുന്നു എല്ലാ വിഷയങ്ങളിലും.